സംസ്ഥാനത്ത് പച്ചക്കറികൾക്ക് വില വർദ്ധിക്കുന്നു. മുൻപ് വിലക്കുറവുള്ള സവാളയ്ക്കും ചെറിയുള്ളി, വെളുത്തുള്ളി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില വർദ്ധിച്ചിരുന്നു. ഓണ സീസൺ ആരംഭിക്കുമ്പോൾ എല്ലാത്തിനും ഇനിയും വില വർദ്ധിക്കുമെന്നും കച്ചവടക്കാർ പറയുന്നു. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദം ജെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആഘോഷങ്ങൾ കുറവായ മാസമാണ് എങ്കിലും സംസ്ഥാനത്ത് പച്ചക്കറിക്കുള്ള വില ചില ഉൽപ്പന്നങ്ങളൊക്കെ ക്രമാതീതമായി കൂടുകയാണ്. നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുള്ള ഒരു പച്ചക്കറി കടയിലാണ്. ഇതിന് ഓണറാണ്. ഇതിന് ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടുതലാണല്ലോ. ഇപ്പൊ മറ്റേ ഓണമോ മറ്റോ വിഷുവോ അല്ലെങ്കിൽ ക്രിസ്മസോ ഒന്നുമല്ല എന്നാണ് ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടുതൽ. സാധാരണഗതിയില് ചില ഫെസ്റ്റിവലുകൾ, അതായത് ഓണം, വിഷു അങ്ങനെ ഉള്ള സമയങ്ങളാണ് സാധാരണഗതിയിൽ പച്ചക്കറികൾക്ക് പൊതുവെ വിലക്കയറ്റം കാണുന്നത്. എന്നാൽ തന്നെയും അന്യ സംസ്ഥാനങ്ങൾ വിളവെടുക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഒരേപോലെ വിലയൊന്നും മാറ്റമില്ല. ഇവിടെ കേരളത്തിൽ എന്താ പറയുന്നത്, അന്യായമായിട്ട് കുറച്ച് വില കയറ്റുന്നുണ്ട്. അതായത് കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ ബാക്കിയോടെ അതേ ചേർത്ത് വെച്ച് കയറ്റും. എന്നാ നേരത്തെ ആണെങ്കിൽ സവോള ഒക്കെ ആണെങ്കിൽ കിലോയ്ക്ക് 5 കിലോയ്ക്കൊക്കെ 100 രൂപയൊക്കെ വിറ്റ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പൊതുവെ മാർക്കറ്റില് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അവിടെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആണെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് കുറെ ഫാമേഴ്സുമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അവിടെ നമ്മൾ കൃഷി ചെയ്ത് ഉള്ള അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ഈ വെള്ളപ്പൊക്കം നല്ല മഴ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് കൃഷിയെ കാര്യമായിട്ട് അവിടെ ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇപ്പം ചില ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വില കയറിയിട്ടുണ്ട്. ഇപ്പം വില കൂടിയിരിക്കുന്ന മെയിനായിട്ട് ഒരേ സ്റ്റാൻഡ് നീക്കുന്നുണ്ട് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ദിവസം കയറി വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല റേഞ്ചിൽ എത്തിയിരിക്കുകയാണ് ഇഞ്ചി. കർണാടക, ഇപ്പൊ വയനാട് ആ ഏരിയ എന്നാണ് സാധാരണ വരുന്നത്. ഇപ്പൊ വയനാടിന്റെ അധികം വരുന്നില്ല, കർണാടക മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നത് കൊണ്ടായിരിക്കും ഇഞ്ചിക്ക് നല്ല വില കൂടുതലാണ്. പിന്നെ വെളുത്തുള്ളി കുറെ നാളായിട്ട് ഇങ്ങനെ ഒരേ സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല, ഒരേപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ വില കൂടുതൽ എന്ന് പറയുന്നത് കൊച്ചുള്ളി, ചെറിയ ഉള്ളിക്കും വില കൂടി നിൽക്കുന്നു. അതിന്റെ സെക്കൻഡ് തേർഡ് എന്ന് പറയുന്ന ഐറ്റംസ് ഉണ്ട്. അത് തീരെ ചെറിയ പൊടി ടൈപ്പ് വരും. നല്ല ടൈപ്പ് ഇരിക്കുന്നതാണ്, അതിന് വിലയുണ്ട്. നിങ്ങള് ഇത് എവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്? തമിഴ്നാട്ടിൽ നമുക്ക് സാധനങ്ങൾ നേരിട്ട് എടുക്കുന്നുണ്ട്. തമിഴ്നാട് പാവച്ചത്രം, ഒട്ടച്ചത്രം, പിന്നെ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. മൈസൂറിന്റെ സാധനങ്ങൾ നേരിട്ട് വരുന്നുണ്ട്. അങ്ങനെ 3 സ്ഥലത്തു നിന്നാണ് ഇപ്പം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കസ്റ്റമർക്കൊക്കെ ഈ വില കൂടി നിൽക്കുമ്പോഴൊക്കെ ഈ വ്യാപാരം നടത്തുന്നത്? മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1, 2, 3 ഐറ്റത്തിന് വില കൂടിയാൽ പോലും അവര് മൊത്തത്തിലൊരു വില കയറ്റം മാതിരി അങ്ങ് ചിന്താഗതിയിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പല ഐറ്റങ്ങൾക്കും അപ്പോഴും കുറവുള്ളതുണ്ട്. വില കൂടിയ സാധനങ്ങളെ നമുക്ക് കുറച്ച് കുറവാക്കിക്കൊണ്ട് ശരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത മാസം ഓണം വരാൻ പോവാ. എങ്ങനെയാണ് ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ഒരു പിടിയുമില്ല. അതേമാതിരി വരുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസത്തെ പർച്ചേസിങ്ങിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ 3 മടങ്ങ് എമൗണ്ട് എങ്കിലും പർച്ചേസിങ്ങിന് തന്നെ വരാറുണ്ട്. അപ്പൊ ഈ ലാഭത്തിൽ നിന്നും വേണമല്ലോ ഈ മറ്റേ തൊഴിലാളികൾക്കും മറ്റുള്ള. അതെ, തൊഴിലാളികളുണ്ട്, അവർക്ക് സാലറി കൊടുക്കണം. പിന്നെ വണ്ടി, നമുക്ക് നമ്മുടെ കടയുടേതായിട്ട് വണ്ടികൾ ഓടുന്നുണ്ട്. വണ്ടിയുടെ A to Z കാര്യങ്ങൾ മൊത്തം വരുന്നുണ്ട്. പിന്നെ കടയുടെ വാടക വരുന്നുണ്ട്, കറണ്ട് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ തൊഴിലാളിക്ക് വരുന്ന എമർജൻസി കേസുകളിൽ അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഈ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണോ? എങ്ങനെയാണ് ഇപ്പോൾ? ശരിക്കും ടഫാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നേരിട്ട് സാധനങ്ങൾ വരുത്തുന്നതുകൊണ്ട് പിന്നെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണ ഇടനിലക്കാരിൽ നിന്നും കുറച്ചകന്ന് നീക്കാൻ പറ്റുന്നുണ്ട്. ഇതുവാണെങ്കിൽ മറ്റേ നേരത്തെ ഈ കൊലയും മറ്റുമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പോയി വ്യാപാരമൊക്കെ ചെയ്യുമായിരുന്നു. ഡയറക്റ്റ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് സാധനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് വില നിലവാരം കയറി നിൽക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒരു കിലോയിൽ മറ്റ് കടകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കിലോയ്ക്ക് ഒരു 10 രൂപ മുതൽ 30 രൂപ വരെ ഒരു കിലോയിൽ വ്യത്യാസം നമുക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ബൾക്കായിട്ട് നേരിട്ട് ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഈ വില കൂടിയ ഉൽപ്പന്നങ്ങൾക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേന് വില കുറവ് കൂടുമോ? തീർച്ചയായിട്ടും ഓണം സമയം ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ വില കൂടും. അതിന് യാതൊരു തർക്കമില്ല. ഇപ്പോഴും അന്നേരം നമ്മൾ ഇവിടുത്തെ ഒരു രീതി വെച്ചിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് എല്ലാ സാധനം ബൾക്കായി പരമാവധി ഇറക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് തന്നെ പല സാധനങ്ങൾക്കും വില കുറവുള്ളതുണ്ട്. ആ കുറവുള്ള രീതിയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഒരു ബാലൻസിങ്ങിൽ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സർക്കാർ അനിയന്ത്രിതമായി ഈ മേഖലയിൽ ഇടപെടണം. അതല്ലെങ്കിൽ വരും ഓണം
അതുപോലെയുള്ള ഉത്സവ സീസണുകളിൽ വില വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.